കൗ തെറാപ്പി എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി. പശുവിനെ താലോലിച്ച് മസാജ് ചെയ്യുക, കെട്ടിപ്പിടിക്കുക, ഒപ്പം ഇരിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും മറന്ന് മനസ്സിന് ഉന്മേഷം പകരുക എന്നതാണ് ഈ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നായ്ക്കളെയും പൂച്ചകളെയും പോലെയുള്ള ചെറിയ വളർത്തുമൃഗങ്ങളെ കെട്ടിപ്പിടിക്കുന്ന തെറാപ്പികൾ വേറെയുമുണ്ട്. ചിലയിടത്ത് ഇതൊരു ബിസിനസ്സായും വളർന്നിട്ടുണ്ട്. ഈ സേവനം വാഗ്ദാനം ചെയ്യുന്ന ചിലർ ഒരു വെൽനസ് സെഷന് മണിക്കൂറിന് ഏകദേശം $200 വരെ ഈടാക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. കോവിഡിന് ശേഷം ഈ തെറാപ്പി ഇന്ത്യയിലും എത്തിയിരുന്നു. നേരത്തെ ഗുരുഗ്രാമിലെ ഒരു NGO പശു ആലിംഗന കേന്ദ്രം തുറന്നിരുന്നു. ഹരിയാന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാമധേനു ഗൗതം ആൻഡ് ആരോഗ്യ സംസ്ഥാൻ എന്ന NGOയാണ് ഇത്തരം സേവനം ആരംഭിച്ചത്. പശുക്കളുമായുള്ള ഈ ഇടപെടൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, രക്തസമ്മർദ്ദം, നട്ടെല്ല് വേദന, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, വിഷാദം, സങ്കടം, ഉത്കണ്ഠ, പിരിമുറുക്കങ്ങൾ എന്നിവയ്ക്ക് പരിഹാരമാണെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇത്തരം വാദങ്ങൾ തീർത്തും അശാസ്ത്രീയമാണ്. ആരെയും കെട്ടിപ്പിടിക്കാനില്ലാത്ത കാലത്ത് ഒരു ഓമന മൃഗത്തെ താലോലിച്ചാൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടും. പക്ഷേ അതുകൊണ്ട് അസുഖം മാറുമെന്ന് പറയുന്നതൊക്കെ ശുദ്ധ അന്ധവിശ്വാസമാണ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പശുവിനോടും വളർത്തുമൃഗങ്ങളോടുമൊക്കെ സ്നേഹം ആവാം. പക്ഷേ തന്മീയ ഭാവവും ഓവർ കെയറിങ്ങും ശരിക്കും ഒരു മനോരോഗം തന്നെയാണ്. പശുവിനെ പോലെ 4 കാലിൽ നടന്ന് വൈക്കോൽ തിന്ന് ജീവിക്കുന്ന മനുഷ്യരുണ്ട് ഈ ലോകത്തിൽ. ബോ ആന്ത്രോപ്പി എന്ന മാനസിക വൈകല്യമാണ് അത്. നായയെപ്പോലെ ജീവിക്കുന്നവരും ഈ ലോകത്തുണ്ട്. മനുഷ്യന് സ്വയം മൃഗമായി തോന്നുന്നതാണ് സോ ആന്ത്രോപ്പി. പശുവിനെ കെട്ടിപ്പിടിക്കലൊക്കെ എത്രയോ ചെറിയ ഐറ്റങ്ങളാണ്. എഴുത്തുകാരനും ശാസ്ത്രപ്രചാരകനുമായ ഡോക്ടർ മനോജ് ബ്രൈറ്റ് ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിക്കുന്നു: ബോ ആന്ത്രോപ്പി എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു മനുഷ്യൻ താൻ ശരിക്കും ഒരു പശുവോ കാളയോ ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മാനസിക വൈകല്യമാണ് അത്. പൊതുവെ മൃഗമായി തോന്നുന്നതിനെ സോ ആന്ത്രോപ്പി എന്ന് പറയും. ഗ്രീക്ക് തത്വചിന്തകനായ ഡയോജനീസ് നായയെപ്പോലെയാണ് ജീവിച്ചിരുന്നത് എന്നാണ് പ്രസിദ്ധി. പഴയ നിയമത്തിൽ നെബുക്കദ്നേസർ കാളയെപ്പോലെ പുല്ലു തിന്നു നടന്നതായി പറയുന്നുണ്ട്. കാള എന്ന പോലെ പുല്ലു തിന്നുകയും അവർ